ചിക്കൻ എങ്ങനെയുണ്ട്? പറയ്, സൂപ്പറാ പറ. കുട്ടികളെ കൊണ്ട് പേടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വാങ്ങിയാലും ഞാൻ ടേസ്റ്റ് ചെയ്യും. പക്ഷെ എന്റെ സാധനത്തിൽ തൊട്ട് പോയി പ്രേക്ഷകർ തീരുമാനിക്കുന്നത്. പുന്നാര മോനെ. ഹായ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഞങ്ങൾ ഇന്ന് ഫ്രഷ് മീൻ തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. ഈ ഒരു മീനാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു മീൻ തന്നെ എടുത്ത് ഞാൻ ആ ചേട്ടന്റെ അടുത്ത് കൊടുത്തു. അവിടുന്ന് തന്നെ ഞങ്ങൾ ക്ലീൻ ചെയ്ത് വാങ്ങുകയും ചെയ്തു. പിന്നെ 2 ചെമ്പല്ലി കൂടെ നമ്മൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മീനൊക്കെ വാങ്ങി അവിടുന്ന് ഞങ്ങൾ നേരെ വന്നത് അലിഖാന്റെ പിസ്ത കടയിലേക്കാണ്. ഇവിടുന്ന് 20 രൂപയ്ക്ക് പിസ്ത മിൽക്കും 30 രൂപയ്ക്ക് ഹോർലിക്സ് മിൽക്കും കിട്ടും. ഹോർലിക്സില്ല, അത് എനിക്കൊന്നും വന്നില്ല. അത് കുടിച്ചാൽ പോലെ പറ്റൂല, എല്ലാം ടേസ്റ്റ് ചെയ്യാം. വരില്ല. എന്താ എനിക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്ത് വാങ്ങിയാലും ഞാൻ ടേസ്റ്റ് ചെയ്യും. പക്ഷെ എന്റെ സാധനത്തിൽ തൊട്ട് പോയി ഒന്ന് കുടിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ അല്ലേ? ഇതിനൊക്കെ പ്രസവിച്ചാണല്ലേ മുളച്ചു വന്നാണോ? ഞാൻ മറുപടി പറയണില്ല. ഓരോടെ ഞാൻ ക്ലാസ് എടുത്തപ്പോ എങ്ങനെ ഉണ്ട് വെച്ച് അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അതൊക്കെ എടുക്കണ്ട നിങ്ങള് ഇതിന്റെ പിന്നെ ക്യാമറ എടുത്തെടുക്കണം, ഫോണും പിടിച്ചെടുക്കണം. അങ്ങനെ പിസ്ത മിൽക്കും ഹോർലിക്സ് മിൽക്കും ഒക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. ബാക്കിയുള്ള കലാപരിപാടികൾ ഇനി വീട്ടിൽ വെച്ചിട്ടാവാം. അപ്പൊ ഞങ്ങൾ മീനൊക്കെ വാങ്ങി വന്ന് ഇന്ന് ഫിഷ് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. ഫിഷിന്റെ കൂടെ കുറച്ച് ചിക്കനും ഉണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയ മീന്. പുന്നാരമോൻ അല്ലേ? പുന്നാര മീൻ അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഇത് ഗ്രില്ല് ചെയ്യാനായിട്ട് മസാല വരയ്ക്കാനായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വരട്ട് മീൻ വെച്ചിട്ടുണ്ട് അല്ലെ? മീൻ വരട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് മസാല ഇടാൻ വേണ്ടിട്ട് നമുക്ക് അറിയുന്ന ആരെങ്കിലും ഒക്കെ വിളിക്കാം. അങ്ങനെ മീനൊക്കെ ഞങ്ങള് കട്ട് ചെയ്ത് അപ്പൊ ഇതിന്റെ മസാല വരക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഒരാളെ ഇറക്കിയതാണ്, ഇറക്കുമതി ചെയ്തതാണ്. അങ്ങനെ ഷെഫ് പൊന്നു കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വേറെ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ സ്പെഷ്യൽ മസാല, പച്ചമസാല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തത് ഉള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ മല്ലിച്ചപ്പ്, കറിവേപ്പില, ഇത്രയും സാധനം കൂട്ടി അരച്ചൊരു മിക്സാണിത്. ഇത് നമുക്ക് ആദ്യം നമ്മുടെ വാഴയിലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 2 സ്പൂൺ ഇട്ട് മീനെന്നറിയോ? പുന്നര മീൻ. പുന്നാര മോനെ. അപ്പൊ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഓക്കെ, ഇത് കാശ്മീരി ചില്ലി പൗഡർ. യെസ്, നമ്മളെ 3 മീനിനും കൂടി നമുക്ക് ഒരു മതിയാവുമായിരിക്കുമല്ലേ? അടുത്തത് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി. അടുത്തത് നമ്മളെ കുരുമുളക് പൊടി. ഓക്കെ, ആവശ്യത്തിന്. ഓരോരുത്തർ ചെയ്യുമ്പോ അതിനനുസരിച്ചുള്ള മീനിന്റെ ആവശ്യത്തിന്. അതന്നെ, അതെ, അവർക്ക് എത്ര വേണം ഇടാ. പിന്നെ നമ്മളെ ഉപ്പ് ആവശ്യത്തിന്. ഓയിൽ. നമ്മളെ പുന്നാര മീനിനെ നമുക്ക് മസാലയിൽ ഒന്ന് കുളിപ്പിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ മീനൊക്കെ നന്നായിട്ട് മസാല വരക്കി. ഇനിയിപ്പോൾ ഒരു 1/2 മണിക്കൂർ നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ
നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ? അപ്പൊ ഇതാണ് നമ്മളെ ഇന്ന് ഗ്രില്ല് ചെയ്യാനുള്ള മെഷീനോ? അല്ല, എന്തിനു പെട്ടി. ഗ്രില്ല് ചെയ്യാനുള്ള പെട്ടി അല്ലേ? ഗ്രില്ല് ചെയ്യാനുള്ള പെട്ടി. നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള സാധനം ഇതാണ് കേട്ടോ. നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് ഇതിലാണേ. കൽക്കരി ഇട്ട് കൊടുക്കാം. ഇല്ല, കർപ്പൂരത്തിന്റെ അല്ലേ? പിന്നെ ഒന്നും തോന്നരുത് കേട്ടോ മീനോട്. ബിസ്മില്ലാ. അടിപൊളിയാക്കി നല്ല മണം വരുന്നുണ്ട്. ചെറിയ കരിഞ്ഞാലും നല്ല ടേസ്റ്റ് ആയി. ഇങ്ങനെയുള്ള ഇടവേളകളിൽ നമ്മൾ മിക്സർ കഴിച്ച് സന്തോഷം പങ്കിടാം. എന്താ ദാസാ, നമുക്ക് എന്താ ഈ ഐഡിയ നേരത്തെ തോന്നാഞ്ഞ്? പാവം മീൻ പുന്നാരമോൻ കരിഞ്ഞുപോയി. കുട്ടികളെ കൊണ്ട് പേടിപ്പിച്ചിട്ട് ഫാത്തിമ പറയൂല സൂപ്പറാത്. ഫാത്തിമ പറയൂ. ഉണ്ടോ കയ്യില് ചട്ടയൊക്കെ പിടിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് റിവ്യൂ എടുപ്പിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മളുടെ പുന്നാന മീനും ഇതിന്റെ അരിയനും അപ്പൊ നമ്മളുടെ പുന്നാര മീനും ചെമ്പല്ലിയും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ ഫാത്തിമ? എടുത്തോ. മസാലയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മളുടെ മീൻ റെഡി ആയതുകൊണ്ട് എല്ലാവർക്കും ഇരുന്ന് കഴിക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.